അടുത്ത ശ്ലോകത്തിലും ഇതിനൊക്കെ ഈ ഭാവത്തിനോടൊക്കെ യോജിച്ചു പോകുന്ന ഒരു വർണ്ണനയാണ്. അവിടെയുള്ള സ്ത്രീജനങ്ങളെ പുറത്തെ തെരുവിലൂടെ പ്രിയതമനെ തേടി പ്രിയതമൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത്, പ്രിയതമന്മാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇരുട്ട എന്താ എന്ന് അറിഞ്ഞില്ല. ഓഷധി പ്രകാശം കൊണ്ട് ഇരുട്ട് എന്താണെന്ന് അറിഞ്ഞില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ. യത്ര ഔഷധി പ്രകാശേന നക്തം ദർശിത സഞ്ചരാഃ അനഭിജ്ഞാസ്തമിസ്രാണാം ദുർദിനേഷു അഭിസാരികാഃ. യത്ര ഔഷധി പ്രകാശേന നക്തം ദർശിത സഞ്ചരാഃ അനഭിജ്ഞാസ്തമിസ്രാണാം ദുർദിനേഷു അഭിസാരികാഃ. അഭിസാരികാഃ ദുർദിനേഷു അപി തമിസ്രാണാം അനഭിജ്ഞാഃ അഭൂവൻ എന്നർത്ഥം. അഭിസാരികാഃ അഭിസരന്തീതി അഭിസാരികാഃ. കാന്തൻ്റെ പ്രിയതമൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകുന്ന സ്ത്രീകളെയാണ് ഇവിടെ അഭിസാരിക എന്നുള്ള വാക്കുകൾ കണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അങ്ങനെയുള്ള അർത്ഥങ്ങളൊന്നുമില്ല. അഭിസാരികാഃ നക്തം രാത്രൗ. നക്തം എന്നുള്ളത് അവ്യയാണ്. നക്തം രാത്രിയിൽ പുറത്തേക്ക് പോകുന്ന, തെരുവ് കൂടെ പോകുന്ന സമയത്ത് തമിസ്രാണാം അനഭിജ്ഞാഃ ആസൻ. ഇരുട്ടുകളുടെ അനഭിജ്ഞകളായിരുന്നു. ഇരുട്ട് എന്തെന്ന് അറിയാത്തവരായിരുന്നു. ആ നഗരത്തിൽ രാത്രി ഏതു സമയത്തും ഇരുട്ട് എന്താണെന്ന് അറിഞ്ഞില്ല. കാരണം എന്താ? യത്ര ഔഷധി പ്രകാശേന ദർശിത സഞ്ചരാഃ നക്തം എന്നർത്ഥം. രാത്രിയിൽ ഈ സാധാരണ എല്ലാ സ്ഥലത്തും ഇരുട്ടാകുമ്പോൾ ചന്ദ്രപ്രകാശം, നിലാവൊന്നുമില്ലാത്ത രാത്രികൾ കൂടി യാതൊരു നഗരിയിലാണോ ഔഷധി പ്രകാശേന, അവിടെയുള്ള ഓഷധികളുടെ പ്രകാശം കൊണ്ട്, രാത്രിയിൽ സ്വയം പ്രകാശിക്കുന്ന ചെടികൾ ഉള്ള സ്ഥലമായതുകൊണ്ട്, ഓഷധി പ്രസ്ഥമായതുകൊണ്ട് തന്നെ, പ്രസ്ഥം എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശമാണ്. ഓഷധികൾ ധാരാളമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഓഷധി പ്രസ്ഥം. ഈ സ്വയം പ്രകാശിക്കുന്ന ചെടികൾ ഉള്ളതുകൊണ്ട് തന്നെ എന്തായി? ദർശിത സഞ്ചരാഹ, ദർശിതമായ കാണിക്കപ്പെട്ട, വഴി കാണിക്കപ്പെട്ട, സഞ്ചരാഹ സഞ്ചരങ്ങളോട് കൂടിയതാണ്. കാണിക്കപ്പെട്ട, വഴി കാണിക്കപ്പെട്ട സഞ്ചരാഹ. സഞ്ചരാഹ എന്ന് പറഞ്ഞാൽ വഴിയാണ്. അപ്പോൾ വഴി കാണിക്കപ്പെട്ടവരായിട്ട്, ദർശിത സഞ്ചരാഹ എന്ന് പറഞ്ഞാൽ വഴി കാണിക്കപ്പെട്ടവരായി ആയിട്ട്, അഭിസാരികാഹ എന്നുള്ള പദത്തിന് വിശേഷണമാണ് ദർശിത സഞ്ചരാഹ അഭിസാരികാഹ നക്തമപി തമിസ്രാണാം അനഭിജ്ഞാഹ അഭൂവൻ ആസൻ എന്നൊക്കെ അർത്ഥം. ദർശിത സഞ്ചരാഹ കാണിക്കപ്പെട്ട വഴികൾ കൂടിയത്. ആരാലാണ് വഴികൾ കാണിക്കപ്പെട്ടത്? ഔഷധി പ്രകാശേന, അവിടെ ധാരാളമുള്ള ഓഷധികളുടെ പ്രകാശം കൊണ്ട് വഴി കാണിക്കപ്പെട്ട അഭിസാരികമാര് ദുർദിനേഷു അപി, ദുർദിനങ്ങളിൽ പോലും, മേഘച്ഛന്നമായ ദിവസങ്ങൾക്കാണ് ദുർദിനം എന്ന് പറയുന്നത്. രാത്രി ചന്ദ്രനുണ്ടെങ്കിലും കൂടി മേഘം മൂടിക്കഴിഞ്ഞാൽ ആ ചന്ദ്രപ്രകാശം ഒന്നും ഉണ്ടാവില്ല. സാധാരണ സ്ഥലങ്ങളിലെല്ലാം ഇരുട്ട് പടരും. അങ്ങനെ ദുർദിനേഷു, മേഘച്ഛന്നമായ ദിവസങ്ങളിൽ പോലും, രാത്രികളിൽ പോലും, താമിസ്രാണാം അനഭിജ്ഞാഹ നക്തം രാത്രൗ താമിസ്രാണാം അനഭിജ്ഞാഹാസൻ, ഇരുട്ട അറിയാത്തവരായിരുന്നു. സുഖമായിട്ട് ഏത് പാതിരായ്ക്കും വളരെ സേഫായിട്ട് ആ വഴികളിൽ കൂടെയൊക്കെ അവർക്ക് നടന്നിരുന്ന അഭിസാരികന്മാർക്ക്, കാന്തനെ തേടി പോകുന്ന ജനങ്ങൾക്ക്, കാമി ജനങ്ങൾക്ക് ഇരുട്ട ഒരു തടസ്സമായില്ല. ഔഷധികൾ വഴി കാണിച്ചു. സഞ്ചരാഹ, സഞ്ചരാഹ എന്നുള്ള വാക്ക് ഏഭിഹി സഞ്ചരന്തേ ഇതി സഞ്ചരാഹ, വഴിയാണ് വിശേഷിക്കുന്നത്. ഇതിൽ കൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്
അങ്ങനെ വന്ന വാക്ക്. സഞ്ചരന്തേ ഏഭിരിതി സഞ്ചരാഹ, സഞ്ചരന്തേ സഞ്ചരിക്കുന്നു, ഏഭിഹി ഇതിലൂടെ എന്നതുകൊണ്ട് വഴിക്ക് സഞ്ചരാഹ എന്ന് പേര് വന്നു. പിന്നെ ഈ സങ്കേതം തേടിപ്പോകുന്നതാണ്, സങ്കേതത്തിലേക്ക് പോകുന്നവരാണ്. ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം, സ്വസ്ഥമായി സ്വൈരമായി സ്വകാര്യമായി തമ്മിൽ കണ്ടുമുട്ടാനുള്ള മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളുണ്ടായിരിക്കും, പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. അവിടേക്ക് രാത്രി അസമയത്ത് ഇറങ്ങി പുറപ്പെട്ട് വഴിയിലൂടെ പോകുന്ന ആ സുന്ദരിമാർക്ക് മേഘച്ഛന്നമായ ദിവസങ്ങളിൽ പോലും ഇരുട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം അവിടെ ധാരാളം പ്രകാശിച്ചു കൊണ്ട് നിന്ന, വഴിയിലൊക്കെ പ്രകാശിച്ചു കൊണ്ടിരുന്ന, തനിയെ വളർന്ന് പ്രകാശിച്ചു കൊണ്ട് നിന്ന അവിടുത്തെ ഔഷധികൾ അവർക്ക് വഴി കാണിച്ചു കൊടുത്തിരുന്നു. യത്ര ഔഷധിപ്രകാശേന നക്തം ദർശിത സഞ്ചരാഹ അനഭിജ്ഞാസ്തമിശ്രാണാം ദുർദിനേഷ്വഭിസാരികാഃ.